നമ്മളിന്നുള്ളത് ഡുക്കാറ്റി കൊച്ചിയിലാണ്. നമ്മളൊപ്പം മൾട്ടിസ്ട്രാഡ ഫാമിലിയിലെ 2 മോട്ടോർ ആണുള്ളത്. ഒന്ന് മൾട്ടിസ്ട്രാഡ V4Sഉം അതേപോലെ മൾട്ടിസ്ട്രാഡ V4 റാലിയുമാണ്. വിഷ്വലി 2 സെയിം ആണെങ്കിലും ഇത് തമ്മിൽ ഒരുപാട് കീ ഡിഫറൻസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. V4 റാലിയിൽ നമുക്ക് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. V4Sൽ നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. രണ്ടിലും 19 ഇഞ്ച് വീൽസ് ആണ്. 120, 70, 19 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. അതേപോലെ ബ്രംബോയുടെ കാലിബേഴ്സ് ആണ് രണ്ടിലും വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് അടുത്തൊരു മേജർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ V4 റാലിയിൽ കുറച്ച് വൈഡ് ആൻഡ് ടോളർ ആയിട്ടുള്ള ഫ്രണ്ട് സ്ക്രീനാണ് വരുന്നത്. V4Sൽ അതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. രണ്ടിലും നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. V4 റാലിയിൽ കുറച്ചുകൂടെ ടോൾ പൊസിഷനിലേക്ക് നമുക്ക് ഫ്രണ്ട് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ 2 വേരിയൻസിൽ നമുക്ക് റഡാർ വരുന്നുണ്ട്. നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലഭിക്കും. അതേപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. മൾട്ടിസ്ട്രാഡ V4S വരുമ്പോൾ നമുക്കൊരു 22 ലിറ്റേഴ്സ് ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. അതേപോലെ ഫോണിൻ്റെ ഹോൾഡർ പൊസിഷൻ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു USB പോർട്ടും ലഭിക്കുന്നതാണ്. അതേപോലെ ഇതൊരു റാലി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു 30 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. അതേപോലെ ഫോൺ ഹോൾഡർ USB പോർട്ട് ചാർജ് വരുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. V4 റാലിയിൽ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡേർഡ് എക്യുപ്മെൻ്റ് ആണ്. V4Sൽ നമുക്കൊരു അഡീഷണൽ ആക്സറി ആയിട്ടാണ് സെൻട്രൽ സ്റ്റാൻഡ് വരുന്നത്. റാലിയിൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഫുഡ് ബെഗും വൈഡ് ആയിട്ടുള്ള ബ്രേക്ക് പെഡലുമാണ് വരുന്നത്. അതേപോലെ ടാങ്ക് ഗ്രിപ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. V4 റാലിയിൽ നമുക്ക് ഇതൊരു ബ്രഷ്ഡ് അലൂമിനിയാണ് വരുന്നത്. V4Sൽ ഇതൊരു ഫൈബർ പാർട്ടാണ് വരുന്നത്. V4 റാലിയിലും V4Sലും നമുക്ക് സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 1158cc ഉള്ള ഒരു 170 bhp 121 Nm ടോർക്ക് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായും ടെസ്റ്റ് റൈഡിനായും ഡുക്കാറ്റി കൊച്ചി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.